റിവ്യൂസൊക്കെ കണ്ടതെന്ന് വെച്ചാൽ നെഗറ്റീവ് റിവ്യൂസൊക്കെയാണ് ഞാൻ ഇന്ന് ഓൺലൈനിൽ കണ്ടത്. അത്രയ്ക്കൊന്നുമില്ല. അസുരൻ്റെയും പുള്ളിയുടെ ഡയറക്ഷൻ അറിയാമല്ലോ, അത് ആ രീതിയിൽ തന്നെ. എനിക്ക് ഡയറക്ഷനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മേക്കിങ്ങും മ്യൂസിക്കും നൈസായിരുന്നു. നല്ലതായിരുന്നു. വയലൻസ് അല്ല, ആക്ഷൻ ആയിരുന്നു. തകർത്ത് ശരിക്കും സിനിമ. റിവ്യൂസൊക്കെ കണ്ടതെന്ന് വെച്ചാൽ നെഗറ്റീവ് റിവ്യൂസൊക്കെയാണ് ഞാൻ ഇന്ന് ഓൺലൈനിൽ കണ്ടത്. അത്രയ്ക്കൊന്നുമില്ല. അസുരൻ്റെയും കുറേ ആടുകളത്തിൻ്റെയൊക്കെ മിക്സാണ് മൂവി. പക്ഷേ മൂവി ഒരു രക്ഷയില്ല. ഞാൻ വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ, പക്ഷേ ഒരു രക്ഷയില്ല സിനിമ. മസ്റ്റ് വാച്ചബിൾ ആണ്. അതും BGM പറയേണ്ട ആവശ്യമില്ല. തകർത്ത് ചെയ്യാറ്. അടങ്ങാതെ അസുരൻ സോങ്ങൊക്കെ തീയാണ് ശരിക്കും തിയേറ്റർ. കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു പടം. ഓരോ ക്യാരക്ടറും പ്രത്യേകം കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ ഡയറക്ഷനും, പുള്ളിയുടെ ഡയറക്ഷൻ അറിയാമല്ലോ, അത് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ AR റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പടം സൂപ്പറായിരുന്നു. റയൻ അടിപൊളിയായിരുന്നു. ധനുഷിൻ്റെ വേറൊരു ലെവൽ. ക്യാപ്റ്റൻ മില്ലറിന് ശേഷം ധനുഷ് വേറെ ഒരു ലെവലിൽ അഭിനയിക്കുന്ന ഒരു പടം. സൂപ്പറായിരുന്നു പടം. നല്ല സിനിമ. അത്രയും വളരെ നല്ല സിനിമ. നല്ല ഒരു മാസ് പടം. വളരെ നല്ല പടം. പ്രത്യേകിച്ച് അങ്ങനെ വരത്തേക്കൊന്നുമില്ല. വളരെ നല്ല സിനിമ. നല്ലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് സ്ലോ ആയിട്ട് തോന്നും. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി എത്തിയപ്പം കൊള്ളായിരുന്നു. വയലൻസ് സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നല്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. വലിയ വയലൻസ് എന്ന് പറയാനായിട്ടില്ല. ഇല്ല അങ്ങനെയും തോന്നുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. മിക്കവരും നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടായിരുന്നു മിക്കവർക്കും. എനിക്ക് ഡയറക്ഷനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മേക്കിങ്ങും മ്യൂസിക്കും നൈസായിരുന്നു. എടുത്ത് പറയത്തക്ക എന്ന് പറയുമ്പം ഇതിൽ സെക്കൻഡ് ഹാഫാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കുറച്ച് എടുത്ത് പറയണം.